الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتقواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ബറക്കല്ലാഹു ഫീക്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, പ്രശ്നം കബൂലാക്കട്ടെ. ഷാലുമോനെയും നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ഹാഫിളികളിലെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു ഷംസ് അതിന്റെ തഫ്സീർ അവസാനത്തിലേക്ക് കടക്കുകയാണ് സഹോദരങ്ങളെ. നമ്മൾ പഠിച്ച ഭാഗം എല്ലാവരും ഒരു പ്രാവശ്യം അതിന്റെ അർത്ഥം എന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹ. വശംസി സൂര്യനെ കൊണ്ട്, വദുഹാഹ അതിന്റെ പൂർവാന്ന സമയത്തെ കൊണ്ട്, വൽ ഖമരി ഇദാ തലാഹ വൽ ഖമർ കൊണ്ട് സത്യം, ഇദാ തലാഹ അത് സൂര്യനെ പിന്തുടരുമ്പോൾ, വന്നഹാരി ഇദാ ജല്ലാഹ എന്നർത്ഥം. പകലിനെ കൊണ്ട് സത്യം, ഇദാ ജല്ലാഹ ആ പകല് പ്രകാശിപ്പിക്കുമ്പോൾ, ആ പകല് പ്രകാശിപ്പിക്കുന്ന സമയം. വല്ലൈലി ഇദാ യഗ്ഷാഹ പറഞ്ഞല്ലേ, രാത്രിയെ കൊണ്ട് സത്യം, ഇദാ യഗ്ഷാഹ ആ രാത്രി മൂടുമ്പോൾ, ആ രാത്രി പൂർണ്ണമായിട്ടും മൂടിക്കഴിയുമ്പോൾ. വസ്സമാഇ വമാ ബനാഹ. വസ്സമാഇ ആകാശത്തെ കൊണ്ട് സത്യം, വമാ ബനാഹ ആ ആകാശത്തെ നിർമ്മിച്ച ശക്തിയെ കൊണ്ട് സത്യം. വൽ അർദി വമാ തഹാഹ കൊണ്ട് സത്യം, വമാ തഹാഹ ആ ഭൂമിയെ പരത്തി വിധാനിച്ച ആ ശക്തിയെ കൊണ്ട് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ നഫ്സ് എന്താണ്? ആത്മാവ് അല്ലെങ്കിൽ ശരീരം കൊണ്ട് സത്യം. വമാ സവ്വാഹ അതിനെ നന്നാക്കിയ, ചൊവ്വാക്കിയ, സംവിധാനിച്ച് പൂർണ്ണമായിട്ട് മനുഷ്യരൂപം നൽകിയ ശക്തിയായ ആ ശക്തിയെ കൊണ്ട് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിന് അതിന്റെ ഫുജൂറുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ദുഷ്ടതകൾ, മോശത്തരങ്ങൾ അല്ലാഹു ഇൽഹാം ചെയ്തു കൊടുത്തു, തോന്നിപ്പിച്ചു കൊടുത്തു. വതഖ്വാഹ അതിന്റെ നന്മകളെയും അതിന്റെ സൂക്ഷ്മതയുടെ ഭാഗത്തെയും അല്ലാഹു തോന്നിപ്പിച്ചു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ശക്തിയെയും അവന്റെ വളർമയെയും അവന്റെ മഹത്വത്തെയും വിളിച്ചറിയിക്കുന്ന 7 സത്യങ്ങൾ അല്ലേ ചെയ്തതിനു ശേഷം, സത്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹു എന്താണ് പറഞ്ഞത്? ആണയിട്ട് പറഞ്ഞ കാര്യം. ഇത്രയും ആണുകളിട്ട് പറഞ്ഞ കാര്യം എന്താണ്? വളരെയധികം ഗൗരവമായ
മൂല്യാധിഷ്ഠിതമായ ഒരു വിഷയം അള്ളാഹു പറയാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്രയും ആണ് ഇട്ടത്. അത് തന്നെ പടച്ചവന്റെ കുദറത്തിനെയും ശക്തിയെയും പവറിനെയും അവന്റെ അനുഗ്രഹങ്ങളെയും എല്ലാം വിളിച്ചറിയിക്കുന്ന സത്യങ്ങളാണ്. എന്താ അള്ളാഹു പറഞ്ഞത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായിട്ടും പറഞ്ഞു വിജയിച്ചു കഴിഞ്ഞു. അഫ്ലഹ എന്ന് പറഞ്ഞാൽ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞു. മൻ ഒരു കൂട്ടം ആളുകൾ, ഒരുവൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ. ആരാണ് അവര്? സക്കാഹ, അവര് ആ നഫ്സിനെ സംസ്കരിച്ചു, തസ്കിയത്ത് ചെയ്തു, അല്ലെ? നഫ്സിനെ നന്നാക്കി സംസ്കരിച്ച് തന്റെ ജീവിതത്തെ സംശുദ്ധമാക്കിയ ആൾ വിജയിച്ചു കഴിഞ്ഞു. പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് പറഞ്ഞു. ഖുർആൻ തസ്കിയത്തിന്റെ കിതാബാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്തവര് 3 ക്ലാസ്സുകൾ കഴിഞ്ഞുപോയി. വിശദമായ നിലയിൽ അതിന്റെ ചർച്ചകൾ കഴിഞ്ഞതാണ്. എല്ലാവരും പൂർണ്ണമായിട്ടും കേൾക്കാത്തവർ കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചു, നഫ്സിനെ നന്നാക്കിയ ആളുകൾ, തന്റെ ജീവിതത്തെ നന്നാക്കി. എങ്ങനെ നന്നാക്കാനുള്ള വഴിയും മാർഗവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതാണ് പരിശുദ്ധമായ ഖുർആനിനെ. ഖുർആൻ കൊണ്ട് മാത്രമേ ഒരാൾക്ക് തന്നെ നന്നാക്കാൻ, ശരിയായ ദിശയിലൂടെ തന്റെ ജീവിതത്തെ നയിക്കാൻ കഴിയുള്ളൂ. ഖുർആൻ അല്ലാത്ത മറ്റൊന്നും കൊണ്ട് ഒരാളെ തസ്കിയത്ത് ചെയ്യാൻ കഴിയില്ല. ഖുർആന്റെ വിശദീകരണമാണ്. ആ ഖുർആനെ ഉമ്മത്തിന്, ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു അയച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ പ്രവാചകൻ കാണിച്ചു തന്ന സുന്ദരമായ മഹത്തായ സുന്നത്തിന്റെ വഴികളിലൂടെ മാത്രമേ ഒരു മനുഷ്യന് അവന്റെ ജീവിതം നന്നാക്കാൻ കഴിയുള്ളൂ, അവന്റെ നഫ്സിനെ നന്നാക്കാൻ കഴിയുള്ളൂ, അവന്റെ ഹൃദയത്തെ സംസ്കരിക്കാൻ കഴിയുള്ളൂ. ബാക്കി വഴികളെല്ലാം അപകടത്തിന്റെയും ലലാലത്തിന്റെയും വഴികേടിന്റെയും നാശത്തിന്റെയും വഴികളാണ്. അങ്ങനെയുള്ള വഴിയിലൂടെ ഒരാൾ സഞ്ചരിച്ചു, ഖുർആനിന്റെ വഴിയെ വിട്ടു, പരിശുദ്ധമായ ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ വഴിയിലൂടെ സഞ്ചരിക്കാതെ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവൻ ആരായി? വഖദ് ഖാബ മൻ ദസ്സാഹ, വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ തന്റെ നഫ്സിനെ, ആത്മാവിനെ ചീത്തയാക്കിയത്, അവൻ അമ്പേ പരാജയപ്പെട്ടു. പരാജയം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും. ദുനിയാവിലും പരാജയം, ആഖിറത്തിലും പരാജയം. മറ്റേ വിജയമോ? വിജയവും അതുപോലെ തന്നെ. തന്റെ നഫ്സിനെ, തന്റെ ജീവിതത്തെ നന്നാക്കിയ മനുഷ്യൻ, നഫ്സിനെ നന്നാക്കിയ മനുഷ്യൻ, അവന്റെ വിജയം ദുനിയാവിലും അവന് വിജയമാണ്, ആഖിറത്തിലും വിജയമാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശംസ്, ഈ ഒരു സുപ്രധാനമായ ഗൗരവമായ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത്. എന്താണ് ആ സംഭവം? ജീവിതം നന്നാക്കിയവരുടെ സംഭവമല്ല പറയുന്നത്, ജീവിതം ചീത്തയാക്കിയവർ, മോശപ്പെടുത്തിയവർ, നഫ്സിനെ നന്നാക്കാതെ നഫ്സിനെ ചീത്തയാക്കിയവരുണ്ടല്ലോ, അവർക്കുണ്ടായ, ഈ ദുനിയാവിലുണ്ടായ അവരുടെ നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നഫ്സിനെ സംസ്കരിക്കാതെ ചീത്തയാക്കിയവരെ, അവർക്കുണ്ടായ പരാജയം, നാശം, ഈ ഭൂമിയിലുണ്ടായ നാശം, അതുപോലെ തന്നെ നാളെ പരലോകത്തിൽ ആഖിറത്തിലുണ്ടാകുന്ന നാശം, ആ വിഷയം, ആ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ശംസ് അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ മാക്സിമം കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ ഇത് തീർക്കാതോടുകൂടി സൂറത്ത് ശംസ് അവസാനിക്കുകയാണ്. സൂറത്ത് ശംസിന്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ. അതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ അധ്യായം തീരും. എല്ലാവരും അവസാനത്തെ ഭാഗം എല്ലാവരും ഒരുമിച്ച് ഓതിയേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കേണ്ട ഭാഗം. كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها دمدم عليهم ربهم بذنبهم فسواها فكذبوه فعقروها എന്നുള്ള ആയത്ത് ഒറ്റ ശ്വാസത്തിൽ ഓതാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് ഓതണം. فكذبوه فعقروها فدمدم عليهم, എന്നിട്ട് പിന്നെ എടുത്ത് ഓതണം.
فدمدم عليهم ربهم بذنبهم فسواها. نودي فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. كذبت ثمود بتغواها. كذبت സമൂദ് ഗോത്രം കളവാക്കി ബിതഗ്വാഹ അവരുടെ അഹന്ത കൊണ്ട്, അവരുടെ അതിരുകടക്കൽ മുഖേന അവർ കളവാക്കി. എപ്പോഴാണ്, ഏത് രീതിയിലാണ് അവർ കൂടുതൽ എല്ലാ അതിരുകളും അവരുടെ പ്രവാചകൻ അവർക്ക് കാണിച്ചു കൊടുത്ത, പ്രവാചകൻ മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്ത എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അള്ളാഹുവിന്റെ കോപം അവരിലേക്ക് ഇറങ്ങത്തക്ക തരത്തിൽ ഇത്ര വലിയ കുറ്റകൃത്യം എന്താണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഏത് സമയത്താണ്? ഇദിം ബഅസ അഷ്ഖാഹ. ഇദിം ബഅസ എന്ന് പറഞ്ഞാൽ ഒരു നിയുക്തനായി ഉണർന്നു വരിക, നേതാവായി വരിക. ആരാണ് നേതാവായി വന്നത്? അഷ്ഖാഹ, ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനായ മനുഷ്യൻ. എന്താർത്ഥം? ആ സമൂഹത്തിലെ, അതായത് സമൂദ് ഗോത്രമാകുന്ന സമൂഹത്തിലെ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ അവരില് നിയുക്തനായി, അവരുടെ നേതാവായി, അവരുടെ നായകനായി വരുന്ന സമയം വന്നപ്പോൾ അവര് തുഗ്യാനിലേക്ക് പോയി. അതായത് അഹങ്കാരത്തിലേക്ക്, അഹന്തയിലേക്ക് പോയി, ധിക്കാരത്തിലേക്ക് പോയി, ധാർഷ്ട്യത്തിലേക്ക് പോയി. അവരുടെ ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം അതിര് കടന്നു. സമൂദ് ഗോത്രം അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി മാറി. സഹോദരങ്ങളെ, ചുരുങ്ങിയ നിലയിൽ ഞാൻ പറയുകയാണ് സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച്, മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ചുരുങ്ങിയ നിലയിൽ, വിശദമായ നിലയിൽ നിങ്ങൾ പഠിക്കണം. നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കളാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ഏതാണ്ട് 26ഓളം സ്ഥലങ്ങളിൽ, 26ഓളം സ്ഥലങ്ങളിൽ വിശദമായിട്ടും ചുരുങ്ങിയ നിലയിലും, നമ്മുടെ സൂറത്ത് ഷംസിൽ വളരെ ഒരു ഹ്രസ്വമായ ഇതിന്റെ സംക്ഷിപ്ത രൂപം മാത്രമേ ഉള്ളൂ, വിശദമായിട്ടില്ല, പറയപ്പെടുന്നുണ്ട്. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ ഷരീഫില് എത്ര പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്? എത്ര പ്രവാചകന്മാർ പറയുന്നുണ്ട്? മാഷാ അല്ലാഹ്, ഏതാണ്ട് 25ഓളം പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 4 പേര് അറബികളായ പ്രവാചകന്മാരാണ്. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിനകത്ത് വരുന്നുണ്ട് 4 പ്രവാചകന്മാർ അറബികളാണ്. അവരാരൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വയം പറയുന്ന ഹദീസാണത്. ഒന്ന് സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഷുഐബ് നബി അലൈഹിസ്സലാം, പിന്നെ ഹൂദ് നബി അലൈഹിസ്സലാം, പിന്നെ നബിയുക്കും ഹാദ എന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകനായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഞാനും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറബികളായ പ്രവാചകന്മാരും ഇവരുടെയൊക്കെ നെസില് പോയി മുട്ടുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പരമ്പര പോയി മുട്ടുന്നത്. മനസ്സിലായില്ല? പരമ്പരയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത് അവിടെ നിന്നാണ്. അപ്പൊ മക്കളിലാണ് ഈ 4 പേര് വരുന്നത്. അതുപോലെ തന്നെ ഈ സമൂദ് ഗോത്രം വളരെയധികം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ആവർത്തിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഒന്നാമതായി, ഇത് അറബി ഗോത്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. അറബി ഗോത്രങ്ങളിൽപ്പെട്ടൊരു ഗോത്രമാണ് സമൂദ് ഗോത്രം. സൗദി അറേബ്യയുടെ മന്തക്ക ഹുദൂദ് ഷിമാലിയ ഷർഖിയ, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഏതാണ്ട് ഒരു 300-330 കിലോമീറ്റർ ദൂരത്തിലായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഇത് സമൂദ് ഗോത്രം.
പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ജുസു അമ്മയിലുള്ള സൂറത്തുകൾ. ജുസു അമ്മ എല്ലാവരും മനപ്പാടമാക്കാൻ പറയുന്നത് എന്തിനാണ്? ജുസു അമ്മ എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ജുസു അമ്മ എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ എല്ലാവരെയും തട്ടി ഉണർത്തുന്ന അധ്യായങ്ങളാണ്, സൂറത്തുകളാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ അതിൻ്റെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മളെല്ലാവരും അത് ഹിഫ്ള് ചെയ്യാനും അത് മനസ്സിലാക്കാനും പഠിക്കാനും പറയുന്നു. മാഷാ അല്ലാഹ് നമ്മളെ ദാറുൽ ഖുർആനിലെ പഠിതാക്കളെല്ലാവരും അത് പഠിച്ചുകൊണ്ടിരിക്കുക, ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് അനുമോദനം കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഉസ്താദേ നമ്മുടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്ത് വന്ന മഹത്തുക്കളായ ആലിമീങ്ങളും ജമാഅത്തിന് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വരവും കബൂലാക്കട്ടെ. അപ്പം അതിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ശംസ്. നമ്മൾ ഇന്ന് അതിൻ്റെ തഫ്സീർ അവസാനിക്കുകയാണ്. ഈ സൂറത്തുൽ ശംസിന്റെ അവസാനത്തിൽ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഏതാണ്ട് 26ഓളം സ്ഥലങ്ങളിൽ സമൂദ് ഗോത്രത്തെക്കുറിച്ചും സാലിഹ് നബിയെക്കുറിച്ചും ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? മക്കക്കാര് അവരിലേക്കാണല്ലോ ഖുർആൻ ശരീഫ് ഇറങ്ങിയത്. അതിന് തുടക്കം അവര് നിഷേധികളായിരുന്നു. വിശ്വാസത്തിലേക്ക് ദീനിലേക്ക് കടന്നു വരുന്നവരെ വല്ലാതെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു, ഓർമ്മപ്പെടുത്താൻ വേണ്ടി അല്ലാഹു പല പ്രാവശ്യം ആവർത്തിച്ചു. നിങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകാറുണ്ടല്ലോ, സിറിയയിലേക്കൊക്കെ കച്ചവടത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ സമൂദ് ഗോത്രത്തിന്റെ നടുവിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാറുള്ളത്. എവിടോട്ടാണ് കടന്നു പോകുന്നത്? സമൂദ് ഗോത്രത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചോണം. നിങ്ങൾ വല്ലാതെ അങ്ങ് അഹങ്കരിക്കേണ്ട. അവർക്ക് കിട്ടിയ അതേ അടി നിങ്ങൾക്കും തിരി കിട്ടും. സൂക്ഷിച്ചോണം അല്ലാഹു പറയാണ്. അല്ലാഹു തആല സൂറത്തുൽ ശംസിലെ 7 പ്രാവശ്യം അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഖുദ്റത്തുകളെ അറിയിക്കുന്ന സത്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വളരെയധികം ഗൗരവമായൊരു വിഷയം പടച്ചവൻ പറഞ്ഞത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ തന്റെ ആത്മാവിനെ നന്നാക്കി, ജീവിതത്തെ നന്നാക്കിയത്, അവൻ വിജയിച്ചു കഴിഞ്ഞു. ആരാണോ തന്റെ ആത്മാവിനെ ചീത്തയാക്കിയത്, അവൻ പരാജയപ്പെട്ടു കഴിഞ്ഞു. പരാജയം എന്ന് പറഞ്ഞാൽ, നാശം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും അവർക്ക് നാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണമായി പറഞ്ഞൊരു സംഭവമാണ് സമൂദ് ഗോത്രത്തിന്റെ സംഭവം. മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം. പ്രിയമുള്ളവരെ, സമൂദ് ഗോത്രം എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണരുത്. അവരാരായിരുന്നു? അവരെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ശരീഫ്, പ്രത്യേകിച്ച് സൂറത്തുൽ ശുഅറ, സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ നംല് തുടങ്ങിയ അധ്യായങ്ങൾ വളരെ വിശദമായ നിലയിൽ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ സംക്ഷിപ്തമായ നിലയിൽ മറ്റു സ്ഥലങ്ങളിലും പറയുന്നു. സമൂദ് ഗോത്രത്തെ, ആ ഗോത്രത്തിനൊരു പേരുണ്ട്. ചോദ്യമാണ്, നമ്മളൊരു ദർസാണല്ലോ, ക്ലാസ്സാണ്. നോക്കട്ടെ ആരും മറുപടി പറയുന്ന അറിയണമല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് സമൂദ് ഗോത്രത്തിനൊരു പേരുണ്ട്. ആ പേരിലൊരു സൂറത്ത് ഖുർആനിലുണ്ട്. പറയാമായിരുന്നു? അല്ല, ആദ് ഗോത്രം വേറെയാണ്. ആദ് ഗോത്രത്തിലേക്കാണ് മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. സമൂദ് ഗോത്രം എന്ന് പറയുന്ന ആ നാടിനൊരു പേരുണ്ട്. ആർക്കും പറയാം? അല്ല, ആ പേരില് ഖുർആനിലൊരു സൂറത്തുണ്ട്. പറയാമോ? അല്ല, സാറേ ഇതന്നെ സാറേ, സൂറത്തുൽ ഹിജ്ർ. സൂറത്തുൽ ഹിജ്ർ, ഹിജ്ർ ഗോത്രക്കാർക്കാണ് സമൂദ് ഗോത്രം എന്ന് പറയുന്നത്. സൂറത്തുൽ ഹിജ്ർ എവിടെയാണ്? ഒരു വലിയ സൂറത്ത്. സൂറത്തുൽ നഹലിന് തൊട്ട് മുമ്പാട്ട് വരും, സൂറത്തുൽ ഇബ്രാഹിമിന് ശേഷം. സൂറത്ത് ഇബ്രാഹിമിന്റെയും സൂറത്തുൽ നഹലിന്റെയും ഇടയിൽ വരുന്ന സൂറത്താണ് സൂറത്തുൽ ഹിജ്ർ. വലിയ സൂറത്തല്ല, ചെറിയ സൂറത്താണ്. അതിലും സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് വിശദമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ ശുഅറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ചുരുങ്ങിയ നില ഞാൻ പറയുകയാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കദ്ദബത് സമൂദ് മുർസലീൻ. സമൂദ് ഗോത്രക്കാർ തന്റെ പ്രവാചകന്മാരെ, തന്റെ ദൂതന്മാരെ അവർ കളവാക്കി.
എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇത് ഖാല ലഹും അഖൂഹും സാലിഹുൻ ലാ തത്തഖൂൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ, തഖ്വ ചെയ്ത് ജീവിക്കുന്നില്ലേ? അള്ളാഹു നിങ്ങളിലേക്ക് എന്നെ അയച്ചിരിക്കാൻ പ്രവാചകനാണ്, എന്നെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലേ? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എന്നിട്ട് ആ പ്രവാചകൻ പറയാണ്, ഇന്നി ലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ വഅതീഊന വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണ്, അമീനായ പ്രവാചകനാണ്. ഞാൻ നിങ്ങളോട് മറ്റൊന്നും ചോദിക്കുന്നില്ല, എന്നെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, അല്ലാഹ് പറയുന്നു. അത് ആ പ്രവാചകൻ അവരോട് പറഞ്ഞത്. എന്നിട്ട് ആ പ്രവാചകൻ അവരോട് പറഞ്ഞു, അതുത്രഖൂന ഫീമാ ഹാഹുന ആമിനീൻ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മക്കക്കാർക്ക് ഉദാഹരണമായിട്ട് പറയാം, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തൊരു സമൂഹമായി. അനുഗ്രഹങ്ങളൊന്നും കൂടിയപ്പം അഹങ്കരിച്ച്. അതുത്രഖൂന ഫീമാ ഹാഹുന ആമിനീൻ, ഈ കാണുന്ന അനുഗ്രഹങ്ങളിൽ അല്ലെ, ഇതിലെല്ലാം ആസ്വദിച്ച് അനുഭവിച്ച് ആറാടി നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സുരക്ഷിതമായിട്ട് കാലാകാലം കഴിയുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിങ്ങൾ എങ്ങനെ വിട്ടേക്കുമെന്ന് വിചാരിക്കുകയാണോ? അതുത്രഖൂന ഫീമാ ഹാഹുന ആമിനീൻ ഫീ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം ഫീ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വനഖ്ലിൻ തൽഉഹാ ഹളീം വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ. സ്വർഗീയമായ അല്ലാഹ് പറയാണ്, ഫി ജന്നാത്തിൻ ആരാമങ്ങൾ, വഅയൂൻ അരുവികൾ, ഫി ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വനഖ്ലിൻ തൽഉഹാ ഹളീം. സുറൂ എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾ, വനഖ്ല് ഈന്തപ്പന തോട്ടങ്ങൾ, സാധാരണ ഈന്തപ്പന തോട്ടങ്ങളല്ല, തൽഉഹാ ഹളീം എന്ന് പറഞ്ഞാൽ അതിന്റെ കുലകൾ തൂങ്ങിക്കിടക്കുന്ന ഭാരമുള്ള കുലകൾ. സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹ് കൊടുത്ത അനുഗ്രഹങ്ങളാ. എന്നിട്ടോ വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ, നിങ്ങള് വലിയ മലകളൊക്കെ തുറന്നിട്ട് അതിൽ നല്ല മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങളിലും പറഞ്ഞു. സൂറത്തുൽ ഫജ്റിൽ നിങ്ങൾ ഹിഫ്ള് ചെയ്ത സൂറത്തില്ലയോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തില്ലയോ അല്ലേ? സൂറത്തുൽ ഫജ്റിലുണ്ട് സമൂദ ഗോത്രത്തെ കുറിച്ച്. എന്താണ് പറയാ? വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. സമൂദ് ഗോത്രം ജാബുസ്സഖ്റ ബിൽവാദ്, അവർക്ക് ഈ വലിയ പാറകൾ കിട്ടിയാൽ അതിൽ തുരന്ന് നല്ല മനോഹരമായ സൗധങ്ങൾ ഉണ്ടാക്കും. അവർ അതിൻ്റെ ഉള്ളിൽ തുരന്ന് ഇന്നും അവശേഷിക്കുന്നുണ്ട്. അവരന്നുണ്ടാക്കി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നും അതിന്റെ അടയാളങ്ങൾ ശേഷിക്കുന്നുണ്ട്. മനോഹരമായ, ഇന്നത്തെ കാലഘട്ടത്തൊന്നും ആർക്കും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര നല്ല മനോഹരമായ സൗധങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാകും. അതുപോലെ തന്നെ ആ നാടിനെ അള്ളാഹു വല്ലാതെ അനുഗ്രഹിച്ചു. എവിടെ നോക്കിയാലും അരുവികൾ, ആരാമങ്ങൾ, തോട്ടങ്ങൾ ഇഷ്ടം പോലെ അള്ളാഹു കൊടുത്തു, അനുഗ്രഹിച്ചു. ഇതെല്ലാം കൊടുത്ത് മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്ക്, അവനല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്നെ നിങ്ങൾ റസൂലായി അംഗീകരിച്ച് എന്നെ വഴിപ്പെട്ട് ജീവിക്കും. അവരുടെ അഹങ്കാരവും അഹന്തയും കാരണമായിട്ട് അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്താ പറഞ്ഞ അവസാനം? ഞാൻ ചുരുക്കി പറയാണ് പെട്ടെന്ന്. അവർ പറയാ, ഞങ്ങൾക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം വരണം. ദൃഷ്ടാന്തം, ഫഅതി ബി ആയ മാ അൻത ഇല്ലാ ബശറുൻ മിസ്ലുനാ ഫഅതി ബി ആയത്തിൻ ഇൻ കുൻത മിനസ് സാദിഖീൻ. അഥവാ അങ്ങനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഫഅതി ബി ആയ, ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരണം. ഒരു ദൃഷ്ടാന്തം വേണം. ഇൻ കുൻത മിനസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായിട്ടും വിശ്വസനീയമായ ആളുകളാണ് എങ്കിൽ നിങ്ങളൊരു ദൃഷ്ടാന്തം കൊണ്ടുവരണം. എന്താ ദൃഷ്ടാന്തം വേണ്ടേ? ദൃഷ്ടാന്തം എന്താ വേണ്ടേ? ഈ കാണുന്ന ഞങ്ങൾ ഈ നല്ല തുറന്നുണ്ടാക്കുന്ന പാറകളുണ്ടല്ലോ, ഈ പാറകളിൽപ്പെട്ട ഒരു പാറയിൽ നിന്നും ഒരു ഒട്ടകത്തെ, നാക്കാന്ന് പറഞ്ഞ പെണ്ണൊട്ടകത്തിനാണ് സാധാരണ പറയാറ്, ഒട്ടകത്തെ ഞങ്ങൾക്കൊന്ന് പുറപ്പെടുവിച്ച് കാണിക്കണം. ആ ഒട്ടകത്തിന്റെ ഗുണഗണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, അതിന്റെ വസ്തുക്കളൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇന്ന ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഇന്ന രൂപങ്ങളുള്ള ഒട്ടകമായിരിക്കും എന്ന് മാത്രമല്ല, ആ ഒട്ടകത്തിന് ഗർഭിണിയായ ഒട്ടകമായിരിക്കണം, ഇറങ്ങിയതിന് ശേഷം പ്രസവിക്കണം, ജനീനും കൂട്ടത്തിലുണ്ടാകണം. ഇതൊക്കെ പറഞ്ഞു.
സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നെ അംഗീകരിക്കുക പ്രവാചകനായിട്ട്, അള്ളാഹുവിനെ ഏകനായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അംഗീകരിക്കുമോ, വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അവരംഗീകരിച്ചു. അപ്പം എപ്പോഴാണ് എൻ്റെ ടൈം? അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ സമൂഹം ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഒരു ദൃഷ്ടാന്തം കൊണ്ടുപോകാ താ പടച്ചവനെ, എങ്ങനെയെങ്കിലും ഇവരൊന്ന് നന്നാകട്ടെ, ഇവരൊന്ന് അനുസരിക്കുന്ന ഒരു സമൂഹമാകട്ടെ, സമൂത് ഗോത്രം. അങ്ങനെ മഹാനായ പ്രവാചകൻ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. സമയം നിശ്ചയിച്ചു, ദിവസം നിശ്ചയിച്ചു, എല്ലാം പ്ലാൻഡായി. ഇന്ന സ്ഥലത്ത് ഇന്ന പാറയെടുക്കലേക്ക് എല്ലാവരും വരണം. എല്ലാവരും കാത്തിരിക്കുന്ന സമയത്ത് ഒരു വലിയ മല, ആ മലയുടെ ഉൾഭാഗത്തു നിന്നും ഒരു പാറ പൊട്ടിത്തെറിച്ച് അതിൽ നിന്നും നല്ല മനോഹരമായ നല്ല തടിച്ചു കൊഴുത്ത ഒരൊട്ടകം പുറത്തേക്ക് ചാടി വന്നു. ആ സമയത്ത് യഥാർത്ഥത്തിൽ ആ ഒട്ടകം വന്നതോടെ നേരെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കലേക്കാണ് വന്നത്. ഈ ഒട്ടകത്തിന്റെ ഒരു പേരെന്താണ്? സാധാരണ ഒട്ടകങ്ങളിൽപ്പെട്ട ഒരു ഒട്ടകമല്ലത്. നാഖത്തല്ലാ, അള്ളാഹുവിന്റെ ഒട്ടകമായി. അള്ളാഹുവിലേക്ക് ചേർന്ന് വരുന്ന ഒട്ടകമായപ്പോൾ പിന്നെ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തേ പറ്റൂ. അതിനെ ആരാധിക്കാൻ പാടില്ല. വേറെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആരാധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയില്ലേ? ആരാധിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നാഖത്തല്ലാണ്. അതാ പറഞ്ഞ സൂറത്തുൽ ശംസിൽ പറഞ്ഞ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. അവരോട് അവിടെ അള്ളാഹുവിന്റെ റസൂൽ. ആ റസൂൽ ആരാണ്? മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകമാണ്, ഇതിനെ തൊട്ട് കളിക്കല്ലേ, നിങ്ങൾക്ക് കളിക്കാനുള്ള സാധനമല്ല, ഇതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. വീടുകളും കെട്ടിടങ്ങളും ഇഷ്ടം പോലുണ്ട്. സാധാരണ വീടുകൾ പോലെയല്ല. ഈ വീടുണ്ടല്ലോ, ഇത് ബൈത്തുള്ളയാണ്, മസ്ജിദ് ലില്ലയാണ്, അള്ളാഹിന്റെ വീടാണ്. ഇതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. മറ്റ് ഭവനങ്ങൾ പോലെ ഒരുപാട് ഭവനങ്ങളുണ്ട്, പക്ഷെ ബൈത്തുള്ള അള്ളാഹുവിലേക്ക് ചേർത്ത വീടാകുമ്പോഴോ അതിനെ ആദരിക്കണം. റസൂൽ എന്ന് പറയുമ്പോൾ ദൂതനെന്ന്, പക്ഷെ റസൂൽ ഉള്ളയാണെങ്കിലോ, അള്ളാഹിന്റെ റസൂൽ എന്ന് പറയുമ്പോഴോ അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം, റെസ്പെക്ട് ചെയ്യണം. നാഖത്തല്ലാഹി വസുഖിയാഹ. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒട്ടകം വന്നതോടുകൂടി അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം വന്നു. അതിനോട് ശേഷം അവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ചില വ്യവസ്ഥകൾ വെച്ചു, ഡിമാൻഡുകൾ വെച്ചു. എന്താ പറഞ്ഞേ? എന്താ ഡിമാൻഡുകൾ? നാഖത്തല്ലാ, അള്ളാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഓ സുഖിയാഹ, അതിന്റെ സുഖിയായ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജലാശയം ഉണ്ടായിരുന്നു. ആ ജലാശയത്തിൽ നിന്ന് എല്ലാവരും വെള്ളം കോരിയെടുത്ത് കുടിക്കാനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. നല്ല മനോഹരമായ ജലാശയം. ആ ജലാശയം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഉപയോഗിച്ച് നാളത്തെ ദിവസം ആ ഒട്ടകത്തിന് വേണ്ടി മാത്രമുള്ള, നിങ്ങൾ അതുകൊണ്ട് പോകാനേ പാടില്ല, തൊടാനേ പാടില്ല. അപ്പം അൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്ത് കൊടുത്തു? ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി, ഒരു ദിവസം ഇത് അള്ളാഹുവിന്റെ ഒട്ടകത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം വല്ലാതെ മൂത്തിരിക്കുന്നതാണ്. കുറച്ചൊക്കെ ഒന്ന് നോക്കി, ഒരാഴ്ച നോക്കി, രണ്ടാഴ്ചയൊക്കെ നോക്കി. ഇപ്പം ഒരു ദിവസം വെള്ളമെല്ലാം പോയി, പിറ്റേ ദിവസം നോക്കുമ്പം നാഖത്തുള്ള ഈ ഒട്ടകത്തിന് വേണ്ടി മാത്രം ഒരു ദിവസം പോയി, നമുക്ക് ഇവിടുന്ന് വെള്ളം കോരാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്തോ ഇത്, ഇങ്ങനെയൊക്കെ പണി ഒപ്പിച്ചാലോ, ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യണം, ഇനിയിപ്പോൾ ഇതിനങ്ങ് ഇല്ലാതാക്കണം, എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഫഅ്തിനാ ബിആയ, ഫഅ്തി ബിആയത്തിൻ ഇൻ കുന്ത മിനസ് സാദിഖീൻ. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഹാദിഹി നാഖത്തുൻ ലഹാ ശുർബുൻ വലക്കും ശുർബു യൗമിൻ മഅലൂം. അതിനൊരു വെള്ളം കുടിക്കാൻ ഒരു ദിവസമുണ്ട്, നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ദിവസം ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദകും അദാബു യൗമിൻ അളീം. ഇതിനെ ഉപദ്രവിക്കരുത്. വലാ തമസ്സൂഹാ ബിസൂഇൻ, ഇതിനെ ഉപദ്രവിക്കരുത്, ഇതിനെ ബഹുമാനിച്ചോണം, റെസ്പെക്ട് ചെയ്തോണം. അഥവാ നിങ്ങൾ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്താൽ എന്താ പറഞ്ഞ അള്ളാഹു തആല എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും ഫയഖുദകും അദാബു യൗമിൻ അളീം, വേദനാജനകമായ ശിക്ഷ നിങ്ങൾ വന്ന് പിടികൂടുമെന്ന് പറഞ്ഞു. സംഭവം വിശാലമാണ്. വിശദമായ നിലയിൽ ഈ സംഭവം നിങ്ങൾ എല്ലാവരും പഠിക്കണം. നമുക്ക് സമയം കുറവാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇവരിൽപ്പെട്ട തന്നെ പിന്നെന്താണ് പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ, സമൂഹ ഗോത്രത്തിൽപ്പെട്ട തന്നെ കുറച്ചും കൂടെ ഈ സമ്പന്ന വർഗവും മറ്റ് സ്വാധീനങ്ങളുള്ളവരാണല്ലോ കൂടുതൽ അഹങ്കാരത്തിലേക്ക് വരാറുള്ളത്.
അവരിലൊരു 9 പേര്. എത്ര പേര്? ഇത് വിശദമായ നിലയിൽ മറ്റൊരു സൂറത്തുൽ നംലിൽ അള്ള പറയുന്നുണ്ട്, വക്കാന ഫിൽ മദീനത്തി തിസ്അത്തു റഹത്തിൻ. ആ പട്ടണത്തിൽ, ഏത് പട്ടണം? ഈ സമൂദ് പട്ടണത്തില്, സമൂദ് ഗോത്രത്തിൽ. ആ പത്രത്തിന്റെ പേര് നമ്മൾ പറഞ്ഞത്, നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു പേര്? ഹിജ്ർ. സൂറത്തുൽ ഹിജ്ർ എന്ന അധ്യായം തന്നെ ഉണ്ടല്ലോ. ആ പട്ടണത്തിലുണ്ടായിരുന്നു തിസ്അത്തു റഹത്തിൻ, 9 പേരുണ്ടായിരുന്നു. ഇവരുടെ ജോലി എന്താ? യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ നാശം ഉണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇവര് വളരെ ധിക്കാരികളും തെമ്മാടികളുമായിരുന്നു. അതൊന്നും നമ്മുടെ സൂറത്ത് ഷംസിനകത്ത് പറയുന്നില്ല. പക്ഷെ അതിൽപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്താണ്? കദ്ദബത് സമൂദ് ബിതഗ്വാഹ ഇദിം ബഅസ അശ്ഖാഹ. ഈ 9 പേരിൽ ഏറ്റവും വലിയ, 9 ഗുണ്ടകൾ, അതിൽപ്പെട്ട ഗുണ്ടാ തലവനെ നമ്മൾ പറയാറില്ലയോ? 9 തെമ്മാടികൾ, അതിൽപ്പെട്ട ഏറ്റവും വലിയ തെമ്മാടി അല്ലേ? അതാരാണ്? അഷ്ഖ. അവരിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനും. അതായത് ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യുന്ന, നമുക്ക് പദ്ധതികൾ ഒരുക്കണം, ഇവന് എന്തൊരു പരിപാടി ഒപ്പിക്കണം. നാക്കത്തുള്ള മാത്രമല്ല, ഈ ഒട്ടകത്തെ നമുക്ക് കൊല്ലണം. അതുപോലെ തന്നെ സൂറത്തുൽ നംലിനകത്ത് വിശദമായിട്ട് വരുന്നുണ്ട്. അവരെന്ത് പറഞ്ഞു? ലനുബയ്യിതന്നഹു, രാത്രി നമുക്ക് ഗൂഢാലോചന നടത്തി എന്ത് ചെയ്യണം? ഒരിക്കലും അഡ്രസ്സ് നമ്മളെ ഒരിക്കലും പിടിക്കാൻ പോലും പാടില്ല. ആ രീതിയിൽ നമുക്ക് അവനെയും കൊല്ലണം. ഒട്ടകത്തെ മാത്രം കൊന്നാൽ പോരാ, സാലിഹിനെയും കൊല്ലണം എന്നവര് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഖാലു തഖാസമു ബില്ലാഹ്. അവിടെ അള്ളാഹുവിനെ പിടിച്ചാണിട്ടുണ്ടാ പറയുന്നത്. അള്ളാഹു ഓരോ വിശ്വസിക്കുന്നുണ്ട് അവര്. പക്ഷെ അള്ളാഹുവിനോടൊപ്പം കുറെ ആളുകളെയും കൂട്ടത്തിലും വിശ്വസിക്കുന്നത്. ലനുബയ്യിതന്നഹു ഫിൽ അർദ്, രാത്രി നമുക്ക് അവനെ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ അഷ്ക ആരാണ്? അഷ്കയുടെ പേരൊന്നും ഓർമ്മ വെച്ചിരിക്കുന്നത്. ഈ ബാക്കിയുള്ളവരെല്ലാവരുടെയും പേര് ഓർമ്മ വെച്ചില്ലെങ്കിലും ശരി, ഇതിന്റെ മെയിൻ ആളിനെ നമുക്കിപ്പം പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലുള്ള ശത്രുത അല്ലേ, ശത്രുക്കൾ എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും വലിയ മക്കയിലെ കൊടിയ ശത്രുക്കൾ എല്ലാവരുടെയും പേരൊന്നും ഓർമ്മ വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരാളുടെ പേര് എന്തായാലും ഓർമ്മയുണ്ട് എല്ലാവർക്കും. അതാരാ? അല്ലേ ഉസ്താദ്? ഒരാളുടെ പേര് ആർക്കും അറിയാൻ പറ്റാരാ? അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഫിറൗൻ ഹാദിയിലെ ഉമ്മത്തിന്റെ ഫിറൗനാണെന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ഇദിം ബഅസ അഷ്ക കൊണ്ട് ഉദ്ദേശിക്കുന്ന ആളാരാണ്? ഇവരുടെ നേതാവ്, ലീഡർ ആരായിരുന്നു? അഷ്ക ആരായിരുന്നു? പേരല്ലത്. അഷ്ക എന്ന് പറഞ്ഞാൽ അവരിൽ ഏറ്റവും ദൗർഭാഗ്യവാനായ ആളുകൾ, അവരിൽ ഏറ്റവും വലിയ തെമ്മാടിയായ മനുഷ്യൻ. മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു, മുഫസ്സിറുകൾ, ഇയാളുടെ പേര് ഖുദാർ. എന്താണ്? ഖുദാർ ബിൻ സാലിഫ്, ഖുദാർ ബിൻ സാഫിൽ എന്നാണോ സാലിഫ്? ചെറിയ അംശമുണ്ട്. ഖുദാർ, എന്താ പേര്? ഖുദാർ ഇയാളുടെ പേരായിരുന്നു. അപ്പൊ അയാളാണ് ഇതിനുള്ള എല്ലാം പദ്ധതികൾ, പ്ലാനുകൾ, കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞു ചെയ്ത്. ഫസ്റ്റ് അവരുടെ പ്ലാന് അള്ളാഹു ദൃഷ്ടാന്തമായി അയച്ച ആ ഒട്ടകത്തെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അള്ളാഹു തആല ഖുർആൻ ഷരീഫ് സൂറത്തുൽ ശുറായിൽ പറയാണ്. എന്താണ് പറയുന്നത്? വലാ തമസ്സുഹാ ബിസ്സൂഇൻ ഫയഖുദകും അദാബുൻ ഫഅഖറൂഹാ ഫഅസ്ബഹൂ നാദിമീൻ. ഇവര് ആ ഒട്ടകത്തെ അവർ കൊന്നു. ആ കൊല്ലുന്നതിന് ഒരുപാട് പ്ലാനും പദ്ധതികളൊക്കെ അവർ ചെയ്തു. ഒരു സമയത്ത് അവര് തക്കം പാർത്തിരുന്ന് ആ ഒട്ടകത്തെ ആദ്യം അവര് അമ്പെയ്ത്, അതിൽ നിന്നും ആ സമയത്ത് കാനൽ ഹുവാർ, വല്ലാത്തൊരു ശബ്ദം, ഭീതിജനകമായ ഒരു ശബ്ദം വന്നു. കാരണം അള്ളാഹുവിന്റെ ഒട്ടകമല്ലേ. അപ്പൊ പെട്ടെന്ന് എന്റെ കൂട്ടത്തിൽ മറ്റേ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പ്രസവിച്ചു. ആ കുഞ്ഞെന്ത് ചെയ്തു? ആ കുട്ടി ഓടി മലയുടെ മുകളിലേക്ക് കയറി. ആ സമയത്ത് ഇത് ആദ്യം പെട്ടെന്ന് മരിച്ചില്ല. വീണ്ടും ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർന്ന്, ഈ 9 പേരും ഒരുമിച്ച് വീണ്ടും 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 അതിനെ അമ്പെയ്തിട്ടാണ് അതിനെ കൊന്നത്. ഈ കൊന്ന സമയത്ത് ഇതൊന്നും മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞിട്ടില്ല. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വേറെ എവിടെയോ ആയിരുന്നു. ആ സമയത്താണ് അവരിത് വളരെ രഹസ്യമായ നിലയിൽ, ഗൂഢാലോചനയിലൂടെ, ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ഇവര് ഈ ഒട്ടകത്തെ കൊന്നത്. ഏതായാലും ആ ഒട്ടകത്തെ കൊന്നെന്ന് മാത്രമല്ല, കൊന്നിട്ട് അതിന്റെ മാംസം അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ കള്ളുകൂടിയന്മാരൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ, ഇവിടെ നിന്നെങ്കിലുമൊക്കെ എന്തൊക്കെ മുട്ടിച്ചുകൊണ്ട് വന്നിട്ടില്ല, എന്നിട്ട് അതിനെ കൊന്ന് തിന്നെന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞതുപോലെ അവർ കൊന്ന് തിന്നു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ചില സമൂഹത്തിന് ഇറങ്ങിയ ശിക്ഷകളെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. സഹോദരങ്ങൾ, ഒരുപാട് ശിക്ഷകളെ സംബന്ധിച്ച്, ഒരുപാട് സമൂഹങ്ങൾക്ക് ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും
മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ചില ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായ നിലയിൽ ഖുർആൻ ശരീഫിൽ പറയുന്നു. അതിൽപ്പെട്ട ഒന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിന് അല്ലാഹു തആല തൂഫാൻ, ജലപ്രളയം, വളരെ ഗൗരവമായിട്ടാണ് അല്ലാഹു തആല വിഷയം ഒരുപാട് ഖുർആൻ ശരീഫിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നു. ഫിറഔന് ഉണ്ടായ സംഭവം, ഫിറഔന്റെ കിങ്കരന്മാരെ അല്ലാഹു നശിപ്പിച്ച സംഭവം ഖുർആൻ ധാരാളം സ്ഥലം പറയും. അതുപോലെ തന്നെ പിന്നെ ആദ് സമൂഹത്തിന് അല്ലേ, അമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ, തുടർച്ചയായി ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പിന്നെ കാറ്റ് പറയപ്പെടുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സാധാരണ കാറ്റിനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, മഴയ്ക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ലോകത്ത് എന്ത് സംഭവങ്ങൾ നടന്നാലും ആ സംഭവങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. പക്ഷെ അള്ളാഹു കോപാകുലനാകുന്ന സമയത്ത്, അതായത് ആകാശത്തുനിന്ന് ഒരു മഴത്തുള്ളി ഭൂമിയിലേക്ക് വീഴുന്ന സമയത്ത് അത് പടച്ചവൻ, അതിനെ ഒരു മലക്കറിയില്ല എവിടെ വീഴുന്നു, എപ്പോൾ വീഴുന്നു, എവിടെ വന്ന് പതിക്കും, ഇതൊക്കെ ആ മലക്കിനറിയാം. പക്ഷെ പടച്ചവന്റെ ശിക്ഷ വരുന്ന സമയത്ത്, മഴ വല്ലാതെ കോരിച്ചൊരിയുന്ന സമയത്ത് മലക്കുകൾക്ക് പോലും അതിന്റെ എണ്ണാൻ പറ്റാത്ത രീതിയിൽ, എങ്ങനെ മലക്കുകൾക്ക് പോലും അത് എണ്ണാൻ കഴിയുന്നില്ല, അത്രത്തോളം. അതുപോലെ തന്നെ കാറ്റ് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, ആ കാറ്റ് അങ്ങോട്ട് അതിര് കവിയുന്ന സമയത്ത് പടച്ചവന്റെ ശിക്ഷയായി മാറുമ്പോൾ അതേപോലെ തന്നെയായിരുന്നു സമൂദ് ഗോത്രത്തെയും അല്ലാഹു തആല ശിക്ഷിച്ചത്. സമൂദ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കപ്പെട്ടു. ബിത്താഗിയ, താഗിയത്തുണ്ട്. താഗിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിഘോരമായൊരു ശബ്ദം എന്നൊരു കൂട്ടം ഉലമാക്കൾ പറഞ്ഞു. വേറെ ഒരു ചില ഉലമാക്കൾ പറഞ്ഞു, സൂറത്ത് ശംസിലെ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, തുഗിയാന്റെ പേരിൽ, അതായത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രവാചകനെ നിശ്ചയിച്ചു കൊടുത്തു. പ്രവാചകന്മാരെ നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ആ പ്രവാചകന്മാരെ അനുസരിക്കും, അനുസരണക്കേട് വരുന്ന കാണിക്കുന്ന സമയത്ത് ഒരു ദൃഷ്ടാന്തം തരാൻ പറയും. ദൃഷ്ടാന്തം കൊടുത്തു. ദൃഷ്ടാന്തം കൊടുത്തിട്ട് പോലും അവർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അള്ളാഹു ദൃഷ്ടാന്തമായി കൊടുത്ത നാക്കത്തല്ല, ആ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, വസുഖിയാഹ, അതിനുവേണ്ടി നിശ്ചയിച്ചു കൊടുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്ത സമയമുണ്ടല്ലോ, നിങ്ങളാരും പോയി ശല്യം ചെയ്തത്, ഉപദ്രവം, ഇതൊക്കെ പറഞ്ഞെങ്കിൽ അവർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അഹങ്കാരം അതിന്റെ മൂർധന്യതയിലെത്തി. അല്ലാഹു തആല എന്ത് ചെയ്തു? അവര് അതിനെ കൊന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവരം അറിഞ്ഞുകൊണ്ട് ഓടിക്കതച്ച ആ സമൂഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. ചോദിച്ചു, എവിടെ ഒട്ടകം, എവിടെ? അവരിങ്ങനെ ചിരിച്ച് തുള്ളിച്ചാടിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളതിനെ കൊന്നു തിന്ന്, ഞങ്ങളതിനെ എന്താ പറഞ്ഞേ, ഞങ്ങളതിനെ അഹങ്കാരത്തോടുകൂടി പറയുകയാണ് അല്ലേ. പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ ഒരു കൂട്ടം ആളുകൾ നിർദ്ദയം കൊല്ലുവാണ്. കൊന്നിട്ട് ഇവിടെ മാറി അവർ ചിരിച്ചു ആസ്വദിക്കുക, ഞങ്ങൾ ഇത്രയും പേരെ കൊന്നു, ഇത്രയും കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊന്നു, ഇത്രയും സ്ത്രീകളെ ഞങ്ങൾ കൊന്നു, ഇവിടെ ആഹ്ലാദിക്കുകയാണ് അവര്. പ്രിയമുള്ളവരെ, ഒരു ദിവസം വരും, ഇതൊന്നും കുറച്ച് കൂടുതൽ നീണ്ടുപോകത്തില്ല, സമയമുണ്ട്. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദായിയാണ് അല്ലേ, പ്രവാചകനാണ്. ഖിയാമത്ത് നാൾ വരുന്ന മുഴുവൻ ദായികൾക്കും അല്ലാഹു മെസ്സേജ് നൽകുവാണ്. എന്താണ്? പടച്ചവന്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത്, അഹങ്കാരവും ധിക്കാരവും അത് അതിര് കവിയുന്ന സമയത്ത്, ദഅവത്ത് സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹു തആല കുറച്ച് അവരെ അങ്ങോട്ടും വിടും. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വലിയ കുറ്റകൃത്യമാണ്, ഒരു കാര്യം ചെയ്യും. എന്താ പറഞ്ഞേ? മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാം. എന്താ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുഖമായിട്ടിരുന്ന എത്ര ദിവസം? എണ്ണിക്കൊണ്ടിരുന്നോളാൻ പറഞ്ഞു. 3 ദിവസം എണ്ണിക്കൊണ്ടു. മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് അവർക്ക് മനസ്സിലായി പടച്ചവന്റെ ഭാഗത്തുനിന്നും ശിക്ഷ വരുന്നുണ്ടെന്ന്. ആദ്യം ആ സമൂഹത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ അല്ലാഹു തആല എങ്ങനെ കൈകാര്യം ചെയ്ത? ആദ്യത്തെ ദിവസം, ഫസ്റ്റ് ദിവസം നോക്കുമ്പോൾ അവരുടെ മുഖങ്ങളെല്ലാം മഞ്ഞ കളറായി. രണ്ടാമത്തെ ദിവസമായപ്പോൾ മുഖങ്ങളെല്ലാം ചുവന്ന കളറായി. മൂന്നാമത്തെ ദിവസമായപ്പോൾ മുഖങ്ങളെല്ലാം കറുത്ത് വുജൂഹുഹും, അവരുടെ മുഖങ്ങൾ കറുത്ത് കരുവാളിച്ചു. അപ്പൊ തന്നെ മനസ്സിലായി പടച്ചവന്റെ ഭാഗത്തുനിന്ന് ശിക്ഷ ഇറങ്ങാൻ പോകുന്നു. അവര് തന്നെ അവർ കബറുകൾ കുഴിച്ച് റെഡിയാക്കി തയ്യാറായിരിക്കുകയാണ്. ആദ്യമേ കളിയാക്കി, നിങ്ങൾ ശിക്ഷ വരുമെന്നൊക്കെ അല്ലേ പറഞ്ഞത്, എന്തേ ശിക്ഷ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ഒരു ശബ്ദം, അട്ടഹാസം, ആ അട്ടഹാസത്തോടു കൂടി ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്തു. അപ്പൊ നമ്മൾ ചോദിക്കും,
ഇവര് 9 പേരല്ലേ ഈ കൃത്യം ചെയ്തത്, എന്തിനാ ഈ സമൂഹത്തെ ഒന്നിച്ച് അല്ലാഹു തആല നശിപ്പിക്കുന്നത്? എന്താണ് മറുപടി? എന്താ മറുപടി? ഇവരെല്ലാം അതിന് സപ്പോർട്ടായിരുന്നു, മിണ്ടാതിരുന്നു. ഈ സമൂഹം ഇത്ര വലിയൊരു മഹാക്രൂരത കാണിച്ച സമയത്ത് എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. കാരണം ഇവരോട് പിന്നെ നമ്മുടെ നാട്ടിലും ചില ആളുകളുണ്ടല്ലോ, ചില ആള് അവരോട് എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ നമുക്ക് പണി തരും, നമ്മളെ പിടിച്ച് ജയിലിലടയ്ക്കും എന്നൊക്കെയല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദിക്കുന്നില്ല. സമൂഹത്തിൽ ദുൽമും അക്രമവും നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെതിരെ ശബ്ദിക്കുകയോ മിണ്ടുകയോ ചെയ്യാതെ തന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. പാവങ്ങളെ, നിരപരാധികളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയതിന്റെ പേരിൽ അതുവരെ നിർദാക്ഷിണ്യം അവരെ ഉപദ്രവിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഓരോരുത്തരും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ ചെയ്യണം എന്നുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ജോലിയാണ്. അക്രമികളുടെ കാര്യം അല്ലാഹു തീരുമാനിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, فعقروها فأصبحوا نادمين فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين فأخذهم العذاب. അല്ലാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടി. സൂറത്തുൽ ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ശിക്ഷയുടെ തീരുമാനം വന്ന സമയത്ത് നജ്ജൈനാ സാലിഹൻ വല്ലദീന ആമനൂ മഅഹു, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച വിശ്വാസികളെയും അല്ലാഹു രക്ഷപ്പെടുത്തി. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ അവര് അടിയുറച്ചു നിന്നാൽ എത്ര വലിയ തിക്കാരികളാണെങ്കിലും തെമ്മാടികളാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ശിക്ഷയുടെ തീരുമാനം വരുമ്പോൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. അതല്ലേ ചരിത്രം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് വരുന്ന ചരിത്രങ്ങളെല്ലാം അത് തന്നെയല്ലേ. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന അതാണ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. ഇവരെല്ലാം രാത്രി കിടന്നുറങ്ങുന്ന സമയം ഇവര് പ്ലാനും പദ്ധതിയും കൂട്ടിക്കൊണ്ട് മഹാനായ സാലിഹ് നബി ഒട്ടകത്തെ ആദ്യം കൊന്നു. പിന്നീട് അടുത്ത പരിപാടി വരെ എന്തായിരുന്നു? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കൊല്ലാനുള്ള പരിപാടിയാണ്. കൊല്ലാൻ വേണ്ടി പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് വരെ അവരെത്തി. പെട്ടെന്ന് അള്ളാഹ് ഖുർആൻ ഷരീഫ് പറയാണ്, അട്ടഹാസം അവരെ പിടികൂടി, ഭയങ്കരമായ ഘോരമായ അട്ടഹാസം. അവരെല്ലാവരും അവരുടെ വീടുകളിൽ ജാസിമീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എങ്ങനെയാണോ കിടന്നത്, കമഴ്ന്ന് കിടക്കുകയായിരുന്നു, ആ കമഴ്ന്ന് കിടന്ന അവസ്ഥയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഡെഡ് ബോഡികളാക്കി മാറ്റിക്കളഞ്ഞു. ഒന്നുമില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഒരായത്തും കൂടെ അള്ളാഹുവിനെ ചേർത്ത് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? കഅല്ലം യഗ്നൗ ഫീഹാ. എന്താണ്? കഅല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറൂ റബ്ബഹും അലാ ബുഅദൻ ലിസമൂദ്. അല്ലാഹ് കഅല്ലം യഗ്നൗ ഫീഹാ. അല്ലാഹ് പറയാണ്, ഞാൻ അവരെ അഡ്രസ് ഇല്ലാതാക്കി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു സമൂഹം അവിടെ ജനിച്ചിട്ടേ ഇല്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുവാണ്. ഏതോ ഒരു യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ, എനിക്ക് യുദ്ധം ഓർമ്മ വരുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ തബൂക്കിൽ നിന്നും ആ ഒരു ഭാഗത്തോട്ട് അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് സമൂദ്, അതായത് ഹിജ്ർ എന്ന് പറയുന്ന പ്രദേശം. പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഈ സ്ഥലത്ത് ഇറങ്ങി താമസിച്ചു. വിശ്വാസങ്ങൾ പെട്ടെന്ന് ഇതും അറിയത്തില്ലായിരുന്നു ഈ സ്ഥലം ഇത് ഭാഗമാണെന്ന്. സഹാബാക്കൾ അവിടെ ഇറങ്ങി അവരുടെ ആഹാരവും ഭക്ഷണവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അള്ളാഹുവിന്റെ റസൂലിന് പെട്ടെന്ന് പൊടുന്നനെ ഒരു വഹി വന്നതുപോലെ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹി വന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് മുഖം ചുവന്നുകൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു, ഇവിടുന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞല്ല. സഹാബാക്കളുടെ ചിന്ത, തങ്ങളെ നമ്മൾ ഭക്ഷണങ്ങൾക്ക് അടുപ്പൊക്കെ കൂട്ടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ, പിന്നെ അങ്ങോട്ട് മാറാനാണ്, എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ ഇത് സമൂദ് ഗോത്രക്കാർ താമസിച്ച സ്ഥലമാണ്. കഅല്ലം യഗ്നൗ ഫീഹ. അങ്ങനെ ഒരു സമൂഹം അവിടെ താമസിച്ചതായിട്ട്. എങ്ങനെയുള്ള സമൂഹമായിരുന്നു സഹോദരങ്ങളെ? ലോകത്ത് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത സമൂഹം. സൂറത്ത് ശൂറായിൽ തന്നെ മുമ്പുള്ള ആയത്തുകളിൽ വന്നതാണല്ലേ. ഫീ സുറൂഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ, ഫീ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ തൽഉഹാ ഹലീം
അല്ലെ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ, സുബ്ഹാനല്ലാഹ്, മണിമന്ദിരങ്ങള്, അതായത് പിന്നെ പാറകൾക്കുള്ളിൽ നല്ല മനോഹരമായി സൗധങ്ങൾ പണിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തുള്ള പറയാണ് ഞാൻ അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞോണ്ട്. ആ പടച്ചോൻ ഇന്നും സഹോദരങ്ങളെ അതേ കഴിവോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നും ആ ശക്തിയോട് തന്നെ ഉണ്ട്. നമുക്ക് സൂറത്ത് ശംസ് അവസാനത്തിലേക്ക് കടക്കാം. അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇദിം ബഅസ അശ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. അള്ളാഹുവിന്റെ റസൂൽ ആരാത്? മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞു, നാഖത്തല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിന്റെ ഒട്ടകത്തെയും വസുഖിയാഹ, അതിനുവേണ്ടി നിശ്ചയിച്ചു കൊടുത്ത ആ വെള്ളത്തെയും ജലാശയത്തെയും നിങ്ങൾ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. അവരെന്താ ചെയ്തത്? ഫകദ്ദബൂഹു ഫഅഖറൂഹ. എല്ലാവരും നോദി. ഫകദ്ദബൂഹു ഫഅഖറൂഹ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. ഫകദ്ദബൂഹു ഫഅഖറൂഹ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഭവം പല സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പല കാര്യങ്ങൾ അല്ലാഹു തആല അഡീഷണൽ ആയിട്ട് പറയാറുണ്ട്. വെറുതെ ഒരു സംഭവം അതുപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുകയല്ല, പല ഭാഗങ്ങളിലും പറയാത്ത. ഇപ്പം ഈ വിശദമായ നിലയിൽ ചർച്ച ചെയ്ത സൂറത്തുകളിൽ ഒന്നും പറയാത്തൊരു പുതിയ കാര്യം അല്ലാഹു ഈ സൂറത്ത് ശംസിൽ പറയുന്നുണ്ട്. എന്താ? ഫകദ്ദബൂഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കളവാക്കി. ആര്? ആ സമൂഹം, സമൂദ് ഗോത്രക്കാര് മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കളവാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവര് ആരെ? നാഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകത്തെ അഖറ എന്ന് വെച്ചാൽ അറുത്തു കൊന്നെന്നാണ്. യഥാർത്ഥത്തിൽ അറുത്തും അമ്പെയ്തും ഒക്കെ അതിനെ രക്തമൊലിപ്പിച്ചാണ് അവരെന്ത് ചെയ്തത്? കൊന്നത്. ആദ്യം രക്തമൊലിപ്പിച്ച് അതിനെ വീഴ്ത്തി, അത് അമ്പെയ്ത് അതിനെ വീഴ്ത്തിയതിനു ശേഷം അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനെ അറുത്തു കൊന്നു. എന്നിട്ട് അതിന്റെ മാംസം കഴിച്ചു. പിന്നെ ആ കുഞ്ഞെങ്ങോട്ട് പോയെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിലയിൽ തഫ്സീറിന്റെ കിതാബുകളിലോ ചരിത്ര കിതാബുകളിലോ പറയപ്പെടുന്നില്ല. വേറെ ചില ഉലമാക്കൾ പറയുന്നുണ്ട് ആ കുഞ്ഞിനെയും അവർ കൊന്നു തിന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വേറെ ചില ഉലമാക്കൾ പറയുന്നു ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, ഏത് ഭാഗത്തു നിന്നാണോ ഈ ഒട്ടകത്തെ അള്ളാഹു തആല പുറപ്പെടുവിച്ചത് അതേ ഗുഹയിലേക്ക് തന്നെ ആ കുഞ്ഞ് തിരിച്ചുപോയി അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങി എന്നും വ്യത്യസ്തമായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും ശരി, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നില്ല. ഏതായാലും അള്ളാഹ് പറയുകയാണ്, ഫകദ്ദബൂഹു ഫഅഖറൂഹ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബി. ദംദമ അലൈഹിം, അള്ളാഹുവിന്റെ ശിക്ഷ, റബ്ബ് അവന്റെ ശിക്ഷ അവരുടെ മേൽ മൂടിക്കളഞ്ഞു. എന്താ പറഞ്ഞ? ദംദമ എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും മൂടി. ബിദംബിഹിം, അവർ ചെയ്ത ഈ മഹാപാതകത്തിന്റെ പേരിൽ, തെറ്റിന്റെ പേരിൽ. ഫസവ്വാഹ, ഇതർത്ഥം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഒരാളെ പോലും അള്ളാഹ് വിട്ടില്ല, വെറുതെ വിട്ടില്ല, മൊത്തത്തിൽ അള്ളാഹ് ക്ലീൻ ചെയ്ത് കളഞ്ഞു. എന്താ പറഞ്ഞ? ഫസവ്വാഹ അർത്ഥം എന്താ? പൂർണ്ണമായിട്ടും അള്ളാഹു ഒരാളെ പോലും ഒഴിവാക്കാതെ അള്ളാഹു തആല പറയാനില്ല, അതിനെ ക്ലീൻ ആക്കി കളഞ്ഞു. അള്ളാഹു മുന്തക്കിമായി കഴിഞ്ഞ സഹോദരങ്ങളെ, പടച്ചവന്റെ കോപം ആളി കത്തിയ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് പറയാ വലാ യഖാഫു ഉഖ്ബാഹ. എന്താണ് ഈ സമൂഹത്തിന്റെ പര്യാവസാനമാണെന്ന് അള്ളാഹ് ഒട്ടും പേടിച്ചതുമില്ല, ഭയന്നുമില്ല. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ പുതിയ സമൂഹത്തെ അള്ളാഹു തആല കൊണ്ടുവരാൻ ഇവരെല്ലാരും പോയല്ലോ. ബാക്കിയുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു ശിക്ഷയിൽ ആരെങ്കിലും നല്ല മുഅ്മിനീങ്ങളോ വിശ്വാസികളോ ഒക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവരെ എന്ത് ചെയ്യും? അവരുടെ ഹിസാബ് കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുക, വേറെ വിഷയം. വലാ യഖാഫു ഉഖ്ബാഹ. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തു ശംസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ആദ്യം മുതൽ 7 സത്യങ്ങൾ സൂറത്തു ശംസ്, വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർദി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വ. ഏതാണ്ട് 3 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഈ ഏറ്റവും ബൃഹത്തായ അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അറിയിക്കുന്ന ഈ സത്യങ്ങൾ കൊണ്ട് അള്ളാഹു വളരെ ഗൗരവമായ ഒരു കാര്യം അല്ലാഹ് പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ തന്റെ ആത്മാവിൻ വനഫ്സിൻ വിട്ടുപോയി, വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ കൊണ്ട് സത്യം, വമാ സവ്വാഹ, ആ ആത്മാവിനെ എന്താണ് സംവിധാനം ചെയ്ത് നല്ല മനുഷ്യരൂപമാക്കിയ പടച്ചവനെ കൊണ്ട് സത്യം. എന്നിട്ട് പറഞ്ഞു ഫഅൽഹമഹ ഫുജൂറഹ വത്തഖ്വഹ, ആത്മാവിന് നല്ലതും അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തു, മോശത്തരങ്ങളും തോന്നിപ്പിച്ചു, നന്നാകാനുള്ള വഴി കാണിച്ചു കൊടുത്തു,
ഖുർആനിന്റെ വഴി, സുന്നത്തിന്റെ വഴി, പ്രവാചകന്മാരുടെ വഴി, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, സഹാബാക്കളുടെ വഴി ആ രാജപാത കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ വഖദ് ഖാബ മൻ ദസ്സാ, ചീത്തയാകാനുള്ള ശൈത്താന്റെയും അതുപോലെ തന്നെ അക്രമികളുടെയും നാശകാരികളുടെയും പിശാചിന്റെയും വഴികളും അല്ലാഹു രണ്ടും കാണിച്ചു കൊടുത്തു. ഫൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, രണ്ടും കാണിച്ചു. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ നന്നാകാൻ തീരുമാനിക്കുന്നില്ല അല്ലേ, മോശപ്പെട്ട വഴിയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത്? ഒരു ചെറിയ സാമ്പിൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂത് ഗോത്രത്തിന്റെ സമൂഹം പറഞ്ഞത്. നന്നാകണ്ടാന്ന് തീരുമാനിച്ചു, ഞാൻ എന്റെ വഴി കൂടെ എന്റെ ഇഷ്ടപ്രകാരം, എനിക്ക് ഫ്രീഡം വേണം ഈ ലോകത്തെ, ഞാൻ ഫ്രീഡമായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദുനിയാവിൽ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലാതായിപ്പോവും. നിങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ ലഅനത്ത് ചെയ്യുന്ന, ശപിക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറി. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് സമൂത് ഗോത്രത്തിന്റെ സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹു അവസാനിപ്പിച്ചിട്ട് പടച്ചവൻ പറയുകയാണ്, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, തന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനെ, സംസ്കരിക്കുന്നതിനെ, നന്നാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ കിതാബു തസ്കിയാണ് പരിശുദ്ധമായ ഖുർആൻ. കിതാബു തസ്കിയ ഏതാണ്? എല്ലാവരും ഇന്ന് ഇതാണ് തസ്കിയത്തിന് വേണ്ടി എവിടേക്കോ പോവുകയാണ്. ഇവിടെ നമുക്ക് തസ്കിയത്ത് കിട്ടുന്നില്ല, എങ്ങനെയൊക്കെ പോകണം, ഒറ്റ കിതാബേ ഉള്ളൂ നമുക്കല്ലേ. ബാക്കിയുള്ള ദുനിയാവിലുള്ള കിതാബൊക്കെ ഇതിന്റെ ഷറഹുകളാണ്. ആ തസ്കിയത്ത് നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി മുസക്കിയ ഒരു പ്രവാചകനെ നമുക്ക് നൽകി. ആ പ്രവാചകൻ ഏതാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സുന്നത്തുകളിലൂടെയാണ് നമുക്ക് തസ്കിയത്തും സംസ്കാരം. അതല്ലാത്ത വേറെ വഴികളിലേക്ക് പോകുന്നത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ. ഇതിന സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ വഴി എന്ന് പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, തസ്കിയത്തിന്റെ വഴിയാണ്, ഹിദായത്തിന്റെ വഴി. ആ ഹിദായത്തിന്റെ വഴി എന്താണെന്ന് അടുത്ത സൂറത്തായ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഹിദായത്ത് വേണോ? ഹുദൽ ലിൽ മുത്തഖീൻ. ഈ കിതാബ് ഉണ്ടല്ലോ, ഹാദൽ കിതാബ്, ലാ റൈബ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ആ കിതാബിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഹുദൽ ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം സന്മാർഗത്തിന്റെ ദീപമാണ്, വിളക്കാണ്, പ്രകാശമാണെന്ന് പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമല്ലേ സൂറത്ത് പരിശുദ്ധ ഖുർആൻ മുഴുവൻ. അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും നമ്മൾ മനസ്സിൽ അടിയുറച്ച് തീരുമാനമെടുക്കുക. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ട് നമ്മൾ അതിൽ നെഞ്ചോട് ചേർത്ത് വെക്കുക. നമ്മൾ തീരുമാനമെടുക്കുക. സഹോദരങ്ങൾ, നമ്മുടെ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആനോടുള്ള നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കടമ അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക. രണ്ടാമത്തെ കടമ എന്താണ്? അതിനെ നമ്മൾ നല്ല രീതിയിൽ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ, പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മാഷാ അല്ലാഹ്, എത്രത്തോളം ഖുർആൻ നമ്മൾ അധികമായിട്ട് ഓതുമോ ഖദ് അഫ്ലഹ മൻ സക്കാഹ, അവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നന്നായിക്കൊണ്ടിരിക്കും. ഖുർആൻ ഓതുന്നതനുസരിച്ച് ഹൃദയത്തിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ പോകും. അനാവശ്യമായ ഹറാമുകൾ, തിന്മകളൊക്കെ നമ്മൾ അതിനകത്ത് നിന്നൊക്കെ മാറി. മൂന്നാമത്തെ കടമ എന്താ? എത്രത്തോളം മാഷാ അല്ലാഹ് നമ്മുടെ കൂട്ടുകാർ പഠിക്കുക മാത്രമല്ല ഉസ്താദെ, മാഷാ അല്ലാഹ് അവർ ഹിഫ്ള് കൂടെ ചെയ്യുകയാണ് നമ്മുടെ കൂട്ടുകാർ. നമുക്കൊന്നൊരു ചെറിയ സമ്മാനമൊക്കെ നമ്മളുണ്ട്. അത് ഒരു പരീക്ഷ നടന്നിട്ടില്ല, ഒരു പ്രോത്സാഹനം. മാഷാ അല്ലാഹ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. അപ്പൊ മൂന്നാമത്തെ കടമ എന്താണ്? പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു വരുന്നൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് ഉസ്താദ് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. യൂസുഫ് ഉസ്താദ് KMCT-യുടെ പ്രസിഡന്റാണ്. ഉസ്താദിന്റെ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ഫർവാനിയെ കേന്ദ്രീകരിച്ച് KMCT-യുടെ ഖുർആന്റെ ക്ലാസ് ദർസ് നടക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഫർവാനിയ ഭാഗത്തൊക്കെ ഉള്ളവരെ നമ്മൾ അതിലേക്കും പ്രേരിപ്പിക്കണം. മാഷാ അല്ലാഹ്, ദർസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം, വെളിച്ചം എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ. നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് സാഹിബ് നമ്മൾ മാഷാ അല്ലാഹ് ദമാമിലെത്തി. മാഷാ അല്ലാഹ്, അവിടെയും ഖുർആനിന്റെ പ്രകാശം അതിന് എങ്ങനെയാണത് എത്തിക്കാനുള്ള അതിനെക്കുറിച്ച് പുള്ളി ഫിക്ർ ചെയ്യുകയാണ്, പരിശ്രമിക്കുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ ദീനിന്റെ ദഅവത്തിന്റെ വഴി നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കൾ, പണ്ഡിതന്മാർ മാഷാ അല്ലാഹ്, അവർ എത്രയോ 7, 8, 10 വർഷം ഇൽമു പഠിക്കുന്നതിന് വേണ്ടി, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി, ദീൻ പഠിക്കുന്നതിന് ജീവിതം ചെലവഴിച്ചവർ. അതിനുശേഷം ആ പരിശുദ്ധമായ ഖുർആനിന്റെ, ഈമാനിന്റെ, ഖുർആനിന്റെ സുന്നത്തിന്റെ പ്രകാശം ലോകം മുഴുവൻ എത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. നോക്കി, 2ാമത്തെ വർഷം എത്രയോ രാജ്യങ്ങൾ കടന്ന് നമ്മുടെ കുവൈത്ത് വരെ എത്തിച്ചത്. മാഷാ അല്ലാഹ്, അവർ നമ്മുടെ ഇന്നത്തെ അതിഥികളാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാര്യം, കടമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കുക. 4ാമത്തെ കടമ എന്താ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ജീവിതം പരിശുദ്ധമായ ഖുർആൻ ആയിരിക്കണം സഹോദരൻ. പരിശുദ്ധമായ ഖുർആന്റെ ഉന്നതമായ ഗുണങ്ങൾ, ഉത്തമമായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതമായി മാറും. നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തുകൾ മാഷാ അല്ലാഹ്, നമ്മുടെ കൂട്ടുകാരെ ഹിഫ്ള് ചെയ്യുന്നത്
പിന്നെ കേവലം ഓതി അങ്ങ് ഹിഫ്ള് ചെയ്യുകയല്ല, അതിന് അർത്ഥസഹിതമാണ് ഹിഫ്ള് ചെയ്യുന്നത്. മാഷാ അല്ലാഹ്. അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റംഷിയാണ്. എല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു ഉയർന്ന പ്രതിഫലം കൊടുക്കട്ടെ. ഉറങ്ങി കിടക്കുന്നവരൊക്കെ വിളിച്ചുണർത്തുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സുഹൈൽ ഓതി നല്ല മനോഹരമായിട്ട് ഓതി, ഹിഫ്ള് പഠിച്ച് കാണാതെ ഓതി. അള്ളാഹു കബൂലാക്കട്ടെ, പടച്ചവൻ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ജീവിതത്തിലേക്ക് കൊണ്ടുവരണം സഹോദരൻ. ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, പിന്നെ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് തഫ്സീറുകൾ മനസ്സിലാക്കണം, അതിന്റെ മെസ്സേജുകൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അതൊരു സമുദ്രമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ നമുക്ക് ഒരു സൂറത്ത് പോലും അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നമ്മുടെ ലൈഫിന്റെ നല്ലൊരു ശതമാനം കഴിഞ്ഞു പോയി സഹോദരങ്ങളെ. ഉള്ള സമയം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തി. അള്ളാഹ് എന്ന വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അള്ളാഹു കബൂലാക്കട്ടെ, പടച്ചവൻ സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, അഞ്ചാമത്തെ കടമ, നമ്മൾ ഈ പ്രകാശം വെളിച്ചം ഉമ്മത്തിന് മുഴുവൻ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം, ദഅവത്തിന്റെ പരിശ്രമം. നമ്മൾ ഖുർആന്റെ ദർസുകളിലൂടെ, ക്ലാസ്സുകളിലൂടെ, മദ്രസകളിലൂടെ, മാഷാ അല്ലാഹ്, നമ്മുടെ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദീനീ സ്ഥാപനമാണ് മഹത്തായ നമ്മുടെ മറിയം ഖുർആൻ അക്കാഡമി. ധാരാളം മക്കൾ അവിടെ നിന്ന് ഹാഫിളായി. ഇന്നലെ എൻ്റെ മോന് മാഷാ അല്ലാഹ് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് രാവിലെ സുബഹിക്ക് ശേഷം ഹാഫിളായി കഴിഞ്ഞതാണ്. ഞാൻ ദൗറ ചെയ്യുമായിരുന്നു 3-4 മാസമായിട്ട്. സുബഹിക്ക് ശേഷം സുബഹി നിസ്കരിച്ച് 5 മണിക്ക് തുടങ്ങിയ ഓതൽ രാത്രി 8 മണിയായപ്പം 8:30 മണിയായപ്പം ഫിനിഷായി. 15 മണിക്കൂർ കൊണ്ട് ഖുർആൻ മുഴുവൻ പഠിപ്പിച്ച ഉസ്താദിനെ ഓതി കേൾപ്പിച്ചു. അത് വലിയ അനുഗ്രഹമല്ലേ സഹോദരങ്ങളെ? നമ്മുടെ മക്കളെല്ലാം അള്ളാഹു ആ നിലയിലാക്കട്ടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടംപോലെ സമയം, നമ്മൾ 15 മണിക്കൂറും കൊടുക്കേണ്ട, 5 മണിക്കൂറും കൊടുക്കേണ്ട. പക്ഷേ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ദിവസം മാറ്റിവെക്കുക സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് 1 മണിക്കൂർ നമ്മൾ മാറ്റി. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മൾ അടുത്തത് പിന്നെ ഹിഫ്ള് പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് അവർക്ക് വേണ്ടി ഒരു അനുമോദനമാണ്. അതിന് മുമ്പായിട്ട് അല്പസമയം നമ്മുടെ പിന്നെ യൂനുസ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഹിഫ്ള് ഖുർആന്റെ പ്രാധാന്യം അന്വേഷണം നമുക്ക് കൊടുക്കാം. എല്ലാ കൂട്ടുകാരോടും പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വെക്കേഷൻ വരവാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തതിന് ശേഷം 2 കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ അമീർ യൂനുസ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ, മഷ്കൂർ.